നമസ്കാരം. പ്ലസ് 1 അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ടോപ്പിക് ഫൈനൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഒരു ട്രയൽ ബാലൻസിന്റെ സഹായത്താലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ട്രയൽ ബാലൻസിനോട് ചേർന്ന് അതിൻ്റെ താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ട്രയൽ ബാലൻസിന് അവ വെളിയിലായി പോകാൻ കാരണം എന്താണ്? നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ് മാർച്ച് 31 ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ മാർച്ച് 31 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടാതിരുന്ന അതിനുശേഷം ഉണ്ടാകുന്ന ചില ഐറ്റംസ്, അതിനുശേഷം കണ്ടുപിടിക്കപ്പെടുന്ന ചില ഐറ്റംസ്, അവയാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നത്? അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു ട്രയൽ ബാലൻസിന്റെ വെളിയിൽ നമ്മളത് ഉൾപ്പെടുത്തും. ആ മാർച്ച് 31 ആ ട്രാൻസാക്ഷനുകൾ നടന്നിട്ടില്ല, നമ്മളത് ജേർണലൈസ് ചെയ്തില്ല, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷനുകളൊന്നും ട്രയൽ ബാലൻസിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ അവയെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ശരിയായ രീതിയിലുള്ള ലാഭവും നഷ്ടവും ഒപ്പം ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആക്ച്വലി അഡ്ജസ്റ്റ്മെന്റിലെ ഐറ്റംസ് എന്ന് പറയുന്നത് ചില ലേറ്റ് കമേഴ്സ് ആണ്. മാർച്ച് 31 ട്രയൽ ബാലൻസിൽ ഉൾപ്പെടാൻ വിട്ടുപോയ ചില ഐറ്റംസ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 6 അഡ്ജസ്റ്റ്മെന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനമായും നമ്മൾ 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തേത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. 3 അക്രൂഡ് ഇൻകം. 4th വൺ ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ആൻഡ് ദ 6th വൺ ഈസ് ഡിപ്രിസിയേഷൻ. ഈ 6 ഐറ്റംസ് ഫൈനൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓരോന്നായി എടുത്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഇതിലാദ്യത്തേത് നിങ്ങൾക്കറിയാം, നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലത്തിൽ ട്രയൽ ബാലൻസിന് വെളിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ട്രയൽ ബാലൻസിന് വെളിയിൽ വരുന്ന ഓരോ ഐറ്റവും 2 സ്ഥലത്ത് എങ്കിലും നമ്മൾ എടുക്കേണ്ടതാണ്. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്കറിയാം എവിടെയാണ് എടുക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ നമ്മൾ എടുക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പ്രോബ്ലംസ് നിങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. ആ സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സെയിൽസ് അവിടെയാണ് വരുന്നത്. സെയിൽസിൽ നിന്നും റിട്ടേൺസ് കുറച്ചെഴുതുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അതേ സൈഡിൽ തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത് എവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം. എവിടെയാണ് ഇത്? വീണ്ടും ബാലൻസ് ഷീറ്റിൻ്റെ, നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ഒരു കറണ്ട് അസറ്റാണ്. അതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിൽ കാണിക്കുന്നു? അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് 2 സ്ഥലങ്ങളിലാണ് നമ്മൾ എടുക്കുന്നത്. എവിടെയൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഒപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിലും നമ്മൾ രേഖപ്പെടുത്തും.
നോക്കൂ, അടുത്ത ഐറ്റം നമുക്ക് രണ്ടാമത്തെ ഐറ്റം നമുക്ക് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? എക്സ്പെൻസ് നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള റവന്യൂ എക്സ്പെൻസുകൾ. ഈ എക്സ്പെൻസുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ, ട്രയൽ ബാലൻസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. എന്നാൽ ചിലപ്പോഴൊക്കെ എക്സ്പെൻസസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുകയില്ല. ഡ്യൂ ആയിട്ടുണ്ട്, കൊടുക്കേണ്ട സമയമായി, പക്ഷേ കൊടുത്തില്ല. ചിലപ്പോൾ നമ്മളത് കൊടുക്കുന്നത് 1 മാസം കഴിഞ്ഞിട്ടോ അല്ല 2 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആവാം. അതിനു മുന്നേ മാർച്ച് 31 ആയി. മാർച്ച് 31 നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, പക്ഷേ ഒരു എക്സ്പെൻസ് നമ്മൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് മീൻസ് ആൻ എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഒരു ചെലവ് കൊടുക്കാനുണ്ട്, ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുക്കേണ്ട സമയമായി, ഡ്യൂ ആയി, നമുക്ക് അതിൻ്റെ സർവീസ് കിട്ടിക്കഴിഞ്ഞു, പക്ഷെ നമ്മളത് കൊടുത്തിട്ടില്ല. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ 1, 2, 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, നമ്മുടെ ട്രയൽ ബാലൻസ് നമുക്കറിയാം. ട്രയൽ ബാലൻസിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. എന്താണ്? സാലറി. നോക്കൂ, 11,000 രൂപ, 11,000 rupees സാലറി തന്നിട്ടുണ്ട്. യു അസ്യൂം ദാറ്റ് സാലറി പെർ മന്ത് ഈസ് 1,000 rupees. അപ്പോൾ ഒരു മാസം 1000 രൂപ വെച്ച് നമ്മൾ 11 മാസത്തെ സാലറി കൊടുത്തു. മാർച്ച് മാസത്തെ സാലറി കൊടുത്തിട്ടില്ല. മാർച്ച് 31 ആയി, നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതുവരെ നമ്മൾ 11 മാസത്തെ സാലറി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മാർച്ചിലെ സാലറി നമ്മൾ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ മാസത്തിൽ 5-ാം തീയതിയോ 10-ാം തീയതിയോ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ഐറ്റം കയറി വരുന്നു. എന്താണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹1,000. 12 മാസമാണുള്ളത്. ഒരു മാസം 1000 രൂപ വെച്ച് 11,000 രൂപ ഓൾറെഡി നമ്മൾ സാലറി കൊടുത്തു കഴിഞ്ഞു. ഇനിയും 1000 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹1,000. ഇത് എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സിൽ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവർ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ട്രയൽ ബാലൻസിനകത്തുള്ള സാലറി എവിടെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 1000 രൂപ. ഇത് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. നോക്കൂ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് സാലറി എടുക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ്. എക്സ്പെൻസ് ആണ് നമ്മൾ സാലറി ഇന്നർ കോളത്തിൽ എടുക്കുന്നു. കാരണം 11 മാസത്തെ സാലറിയോട് കൂടി ഇനിയൊരു 1000 രൂപ കൂടി, അതും ഈ വർഷത്തെ ചെലവ് തന്നെയാണ്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരേണ്ട എക്സ്പെൻസ് എത്രയാണ്? 11,000 അല്ല. ട്രയൽ ബാലൻസിൽ 11,000 വന്നു, ഇനിയും ഒരു 1000 കൂടി കൊടുക്കാനുണ്ട്. സോ അവർ ടോട്ടൽ സാലറി എക്സ്പെൻസ് ഈസ് 12,000 rupees. അതായത് 11,000 രൂപ ഓൾറെഡി കൊടുത്തു, 1000 കൂടി കൊടുക്കാനുണ്ട്. ടോട്ടൽ സാലറി ഈസ് 12,000 rupees. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ആ കൺസേൺഡ് ഐറ്റത്തിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യുന്നു. ഇനി നോക്കൂ, ഇത് ചിലപ്പോൾ വേജസ് ആണെങ്കിലോ, വേജസ് എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഒരു ഐറ്റം ആയിരിക്കാം. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഒരു ഐറ്റമാണ്. വേജസിനാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേജസിൻ്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് ഐറ്റത്തിനോടൊപ്പം വേജസ് ആണെങ്കിൽ വേജസിൻ്റെ കൂടെ, സാലറി ആണെങ്കിൽ സാലറിയുടെ കൂടെ, റെൻ്റ് ആണെങ്കിൽ റെൻറ്റിൻ്റെ കൂടെ, ആ കൺസേൺഡ് ഐറ്റത്തിൻ്റെ ഒപ്പം ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, ഇനി രണ്ടാമത് ഇവിടെ എവിടെയാണ് എടുക്കേണ്ടതെന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എവിടെയാണ് എടുക്കേണ്ടത്? സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്, ഡ്യൂ ആയി കഴിഞ്ഞു, നമുക്കൊരു ബാധ്യത ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഔട്ട്സ്റ്റാൻഡിങ് തുക മാത്രം ഓർക്കുക. സാലറി ട്രയൽ ബാലൻസിനകത്താണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി എവിടെ എടുത്തു കഴിഞ്ഞു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. അത് ഇനി നമ്മൾ മറ്റൊരിടത്ത് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എടുക്കണം. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെയൊക്കെയാണ് എടുക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒന്ന്, ആഡ് വിത്ത് കൺസേൺഡ് ഐറ്റം ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ഓർ P&L അക്കൗണ്ട്. ഇത് എക്സ്പെൻസ് ആണ്.
ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഒരു ഐറ്റമാണ്. ഫോർ എക്സാമ്പിൾ വേജസ് ആണെങ്കിൽ ആ വേജസ് എടുക്കുമ്പോൾ അതിനോടൊപ്പം ആഡ് ചെയ്യുക. സാലറി, അഡ്വർടൈസ്മെൻറ്റ് അതുപോലുള്ള എക്സ്പെൻസുകളാണെങ്കിൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്, അതിനോടൊപ്പം അത് ആഡ് ചെയ്യുക. ഒപ്പം ഇത് കൊടുക്കാനുള്ളതാണ്, നമുക്കൊരു ബാധ്യതയുണ്ട്, കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. ഓക്കെ, ഈ രണ്ട് സംഗതികളാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ഐറ്റം നോക്കൂ. നമ്മുടെ മൂന്നാമത്തെ ഐറ്റം അക്രൂഡ് ഇൻകം ഓർ ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നു. ഇൻകം നമുക്കറിയാം ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്, നമ്മുടെ കയ്യിലേക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകം ഡ്യൂ ആയി ബട്ട് നോട്ട് റിസീവ്ഡ്. അതിനെ നമ്മൾ ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പെൻസുകൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്നും ഇൻകത്തിന് നമ്മൾ കുറച്ചും കൂടി നല്ലൊരു ടേമാണ് ഉപയോഗിക്കുക, അക്രൂഡ് ഇൻകം എന്നും പറയുന്നു. അക്രൂഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇത് കാണിച്ചിരിക്കുന്നത്. മിക്കവാറും ഇൻകത്തിനോടൊപ്പം നമ്മൾ അക്രൂഡ് ഇൻകം എന്നാണ് പറയുക. എന്താണ് അക്രൂഡ് ഇൻകം? അപ്പോൾ ഒരു ഇൻകം നമുക്ക് കിട്ടേണ്ട സമയമായി, പക്ഷെ നമുക്കത് കിട്ടിയില്ല. ഇൻകം ഡ്യൂ ആയി ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ ആ സർവീസ് ചെയ്തു കൊടുത്തു, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. അത് ഈ വർഷം കിട്ടേണ്ടതായിരുന്നു. നോക്കൂ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളുടെ സഹായത്താൽ പറയാം. റെന്റ് എന്ന് പറയുന്നത്, നോക്കൂ റെന്റ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. 22,000 രൂപ റെന്റ്. നോക്കൂ ആ മാസം 2,000 രൂപ വെച്ചിട്ട് നമുക്ക് റെന്റ് കിട്ടാനുണ്ട്. 11 മാസത്തെ റെന്റ് നമുക്ക് കിട്ടി 22,000 രൂപ. ഇനി ഒരു മാസത്തെ റെന്റ് കൂടി 2,000 രൂപ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ റെന്റ് എന്ന് പറയുന്ന ഇൻകം എത്രയാണ്? 22,000 അല്ല, മാസം 2,000 ആണ്. അങ്ങനെ 12 മാസമുണ്ട്. 12 മാസം 2,000 രൂപ വെച്ച് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ കിട്ടിയിരിക്കുന്നത് 11 മാസത്തെ 2,000 രൂപ വെച്ച് 22,000 റുപ്പീസാണ് കിട്ടിയത്. അപ്പോൾ ഇനി എത്ര നമുക്ക് കിട്ടാനുണ്ട്? 2,000 രൂപ കൂടി കിട്ടാനുണ്ട്. അതിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുക. നോക്കൂ ഈ റെന്റ് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെന്റ് എടുക്കേണ്ടത്. അവിടെ റെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം 22,000 രൂപ കിട്ടി, അത് ഇൻകമാണ്. ഇനിയും നമുക്കൊരു 2,000 രൂപ കൂടി കിട്ടാനുണ്ട്. ആ തുക കൂടി നമ്മൾ എന്ത് ചെയ്യുക? റെന്റിന്റെ ഒപ്പം ആഡ് ചെയ്യുക. അങ്ങനെ 22,000 കൂടെ 2,000 കൂടി ആഡ് ചെയ്ത് നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 24,000 റുപ്പീസ് ആണ്. അപ്പോൾ ഒരു അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിനോടൊപ്പം ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്തു? ആ എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ റെന്റ് എന്ന് പറയുന്ന ഇൻകത്തോടൊപ്പം അതിൻ്റെ അക്രൂഡ് റെന്റ് ആഡ് ചെയ്യുന്നു. ഒപ്പം നമുക്കിത് കിട്ടാനുള്ളതാണ്. എന്താണ്? നമുക്ക് ബാധ്യതയല്ലത്, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു തുകയാണ്, ഡ്യൂ ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിതൊരു അസറ്റാണ്. റെന്റ് അക്രൂഡ് 2,000 രൂപ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പോൾ നോക്കൂ ഇതിൻ്റെ അക്രൂഡ് ഇൻകം എന്നുള്ള ആ ഒരു ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ആഡ് വിത്ത് കൺസേൺഡ് ഐറ്റം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണത്. നോർമലി ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരിക. ട്രേഡിംഗ് അക്കൗണ്ടിൽ അങ്ങനെ ഡയറക്റ്റ് ഇൻകം ഒന്നും വരാറില്ല. ആകെയുള്ളത് നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്കും സെയിൽസുമാണ്. പ്രധാനമായും അത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഒപ്പം ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. നോക്കൂ അടുത്തൊരു ഐറ്റം എന്താണ്? നമ്മുടെ നാലാമത്തെ ഐറ്റം prepaid expense. Expense paid in advance. An expense not due, കൊടുക്കേണ്ട സമയമായിട്ടില്ല, but paid in advance. പക്ഷേ അത് നമ്മൾ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു എക്സ്പെൻസ് കൊടുക്കുന്നതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. കൊടുക്കേണ്ട സമയമായിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല, പക്ഷെ നമ്മൾ കൊടുത്തു. അതുകൊണ്ട് അത് നമ്മളുടെ ഐറ്റത്തിനോടൊപ്പം ട്രയൽ ബാലൻസിൽ കയറി വന്നിട്ടുണ്ടാകാം. അത് ഒരുപക്ഷെ ഈ വർഷത്തെ ആയിരിക്കില്ല, അത് വരാൻ പോകുന്ന വർഷത്തെ ഒരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഈ വർഷത്തെ കണക്കിൽ നമ്മളത് രേഖപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്താൽ നമുക്ക് നോക്കാം.
നോക്കൂ, സാലറി മാസം 1000 രൂപ സാലറി ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് 12000 രൂപ സാലറി കൊടുത്താൽ മതി. പക്ഷേ ഒരു മാസത്തെ സാലറി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ എംപ്ലോയി നമ്മളോട് ചോദിക്കുകയാണ്, അടുത്ത മാസം സാലറി കൂടി തരാമോ, ഒരു അത്യാവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മാസത്തെ സാലറി കൂടി, ഏപ്രിൽ മാസത്തെ സാലറി കൂടി മാർച്ചിൽ തന്നെ കൊടുത്തു. അങ്ങനെ 13000 രൂപ നമ്മൾ സാലറി കൊടുത്തു. അപ്പോൾ ഒരു മാസത്തെ സാലറി നമ്മൾ അധികമായി കൊടുത്തിരിക്കുകയാണ്. സാലറി പ്രീപെയ്ഡ് എന്ന് പറയും. 1000 രൂപ. നോക്കൂ, 13000 രൂപ ഈ വർഷം കൊടുത്തു. പക്ഷേ ഈ വർഷം നമ്മൾ 12000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. 1000 രൂപ അടുത്ത വർഷത്തേത് നമ്മൾ ഇപ്പോഴേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇത് എടുക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. സാലറി എടുക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയാം. എവിടെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് സാലറി എടുക്കേണ്ടത് 13000 രൂപ. നോക്കൂ, അതിൽ നിന്നും 1000 രൂപ ഈ വർഷത്തേതല്ല, അത് അടുത്ത വർഷത്തേതാണ്. ഈ വർഷത്തെ കണക്കിൽ നമ്മൾ എത്ര രൂപ കാണിച്ചാൽ മതിയാവും? 13000-ൽ നിന്നും 1000 കുറച്ച് 12000 രൂപയാണ് ഈ വർഷത്തെ സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസേൺഡ് ഐറ്റത്തിൽ നിന്നും, ഇത് വേജസ് ആണെങ്കിൽ വേജസിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ, സാലറി ആയതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ആ സാലറി എന്ന് പറയുന്ന ഐറ്റത്തിൽ നിന്നും മൈനസ് ചെയ്തെഴുതുന്നു. നോക്കൂ, അതുപോലെ തന്നെ ഇത് നമ്മൾ മുൻകൂർ കൊടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടിരിക്കേണ്ട പൈസയാണ് 1000 രൂപ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇതൊരു സാലറി പ്രീപെയ്ഡ് എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ്. അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൂടി കാണിക്കുക. നോക്കൂ, അപ്പോൾ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രീപെയ്ഡുമായി ബന്ധപ്പെട്ട് പറയുന്ന 2 കാര്യങ്ങൾ? ഒന്ന്, ഡിഡക്റ്റ് ഫ്രം കൺസേൺഡ് ഐറ്റം ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഓർ P&L അക്കൗണ്ട്. ആ കൺസേൺഡ് ഐറ്റം എടുക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ അവിടെ, അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആ കൺസേൺഡ് ഐറ്റത്തിൽ നിന്നും ഈ പ്രീപെയ്ഡ് തുക മാത്രം മൈനസ് ചെയ്തിട്ട് വേണം രേഖപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ ആ പ്രീപെയ്ഡ് തുക നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ അടുത്ത ഐറ്റം എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ആൻ ഇൻകം നോട്ട് ഡ്യൂ. നമുക്കൊരു ഇൻകം കിട്ടേണ്ട സമയമായിട്ടില്ല, അത് ഈ വർഷത്തേതല്ല, അടുത്ത വർഷം കിട്ടേണ്ട ഒരു ഇൻകം നമ്മൾ ഇപ്പോഴേ സ്വീകരിച്ചു വെക്കുന്നു. ആൻ ഇൻകം നോട്ട് ഡ്യൂ ബട്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ എക്സ്പെൻസ് പ്രീപെയ്ഡ് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റെന്റ് 13000 രൂപയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മന്ത്ലി റെന്റ് 1000 രൂപയാണ്. നമ്മളുടെ ഒരു ബിൽഡിംഗ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് മാസം 1000 രൂപ വെച്ച് എന്ത് ചെയ്യേണ്ടതാണ്? ഇൻകം റെന്റ് കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മൾ ഒരു മാസത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. നോക്കൂ, അപ്പോൾ റെന്റ് 13000 രൂപ. നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 12 മാസത്തേക്ക് 1000 രൂപ വെച്ച് 12000 കിട്ടേണ്ട സ്ഥാനത്ത് നമുക്ക് റെന്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിയേ. ട്രയൽ ബാലൻസിൽ 13000 കിട്ടിയിരിക്കുന്നു. റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1000 രൂപ. അപ്പോൾ ഈ വർഷത്തെ കണക്ക് എഴുതുമ്പോൾ നമ്മുടെ ഇൻകത്തിനകത്ത് 13000 രൂപ എടുക്കുവാൻ നിർവാഹമില്ല. എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് നോക്കൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ്, ക്രെഡിറ്റ് സൈഡിൽ 13000 എഴുതുന്നു. എത്രയാണോ നമ്മൾ അഡ്വാൻസ് ആയി റിസീവ് ചെയ്തിരിക്കുന്നത് അത് ഈ വർഷത്തെ അല്ല, അത് വരാൻ പോകുന്ന വർഷത്തെ ആയതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്ത് 12000 രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? അടുത്ത വർഷം കിട്ടേണ്ട ഒരു ഇൻകം നമ്മൾ അഡ്വാൻസ് ആയി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ബാധ്യതയാണിത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും ആ എത്രയാണോ തുക നമ്മൾ അഡ്വാൻസ് സ്വീകരിച്ചിരിക്കുന്നത് അത് കാണിക്കുന്നു. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2 സ്ഥലത്താണ് നമുക്ക് എടുക്കേണ്ടത്. ഡിഡക്റ്റ് ഫ്രം ദ കൺസേൺഡ് ഐറ്റം ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തുന്നു. നോക്കൂ, മറ്റൊരു ഐറ്റം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഡിപ്രീസിയേഷൻ ഇസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റിന്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഈ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ക്വസ്റ്റനിൽ വരുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഒരു അസറ്റ് പ്ലാന്റ്, അസറ്റുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ പ്ലാന്റ് 13,000 rupees ഉണ്ട്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുകയാണ് ഡിപ്രീഷിയേറ്റ് പ്ലാന്റ് അറ്റ് 10%. 10% പ്ലാന്റിന്
ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നു. അതായത് ഈ തന്നിരിക്കുന്ന പ്ലാന്റിൻ്റെ വിലയിൽ കുറവുണ്ടായി. എത്ര ശതമാനം കുറവുണ്ടായി? 10% കുറവുണ്ടായി. ഇതെങ്ങനെയാണ് ഫണ്ടൽ അക്കൗണ്ട്സിൽ വരുന്നത് നോക്കാം. നമുക്കറിയാം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇത് രേഖപ്പെടുത്തുക. ആ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എവിടെ എടുക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് 13,000 ഇൻറ്റു 10%. 13,000 രൂപയുടെ 10% ഡിപ്രിസിയേഷൻ. 1,300 രൂപയാണ് ആ അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും അസറ്റ് നമുക്ക് ചിലവാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. മറ്റ് അസറ്റുകൾക്കും ഇതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ഉണ്ടാകാം. ഓരോ അസറ്റിൻ്റെയും ഡിപ്രിസിയേഷൻ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ എവിടെ എടുക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. നോക്കൂ, അപ്പോൾ ഒരു അസറ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് എവിടെയാണ് എടുക്കേണ്ടത്? നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് പ്ലാന്റ് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിന് 13,000 റുപ്പീസ് വിലയില്ല. അതിൻ്റെ വിലയിൽ എന്തുണ്ടായി? ഒരു കുറവുണ്ടായി. ഇപ്പോൾ എത്രയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വില? അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ വിലയിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ച് ബാക്കി തുകയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കാവുള്ളൂ. എത്രയാണത് വരിക? 11,700. അപ്പോൾ ഡിപ്രിസിയേഷൻ എവിടെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിപ്രിസിയേഷൻ എമൗണ്ട് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L account. At the same time, deduct amount of depreciation from the concerned asset in the asset side of balance sheet. Okay? അപ്പോൾ ട്രയൽ ബാലൻസിനൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള 6 അഡ്ജസ്റ്റ്മെന്റുകൾ അവർ ട്രേഡിംഗ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ 2 സ്ഥലങ്ങളിൽ, സാധാരണ ട്രയൽ ബാലൻസിലെ ഐറ്റംസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ P&L അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ ഒരിടത്ത് മാത്രം എടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 2 സ്ഥലങ്ങളിൽ എടുക്കേണ്ടതുണ്ട് എന്ന കാര്യം എല്ലാവരും ഓർമ്മിക്കുക. ടെക്സ്റ്റുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സഹായത്താൽ ഈ അഡ്ജസ്റ്റ്മെന്റിൽ ഉൾപ്പെടുന്ന പ്രോബ്ലംസ് നിങ്ങൾ കൂടുതലായി ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.